വിലാസിച്ച ജാഹിലിയ കാലത്തെ പോലും നാണിപ്പിക്കുമാറ് നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സമത്വം അന്യവൽക്കരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം ആവശ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമായ നീതിയുടെ, സമത്വത്തിന്റെ സന്ദേശങ്ങളെ തേടുമ്പോൾ സമത്വവും നീതിയും ഖുർആനിന്റെ സന്ദേശം എന്ന ശീർഷകം ഏറെ പ്രസക്തമാണ്. പ്രിയപ്പെട്ടവരെ, അസമത്വവും അനീതിയും അധർമ്മവും അരാജകത്വവും ഉടലാടിക്കൊണ്ടിരിക്കുന്ന അന്ധതയുടെയും അന്ധകാരത്തിന്റെയും കാലഘട്ടത്തിലേക്കാണ് വിശുദ്ധ ഖുർആനിന്റെ ആഗമനം. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവാഹകനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയാണെന്ന് ചരിത്ര താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ആ നീതിമാനായ ഭരണാധികാരിക്ക് ഈ പ്രപഞ്ച രക്ഷിതാവ് നൽകിയ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. നീതിയും സമത്വവും നിറഞ്ഞ നിരവധി ചരിത്രങ്ങളും സന്ദേശവും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും തന്റെ മകൻ സുലൈമാൻ നബിയും തമ്മിൽ നടന്ന വ്യത്യസ്തയിനം നീതിയുമായ പരിഷ്കാരങ്ങൾ വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദാവൂദ വസുലൈമാൻ ഇദ് യഹ്കുമാനി ഫിൽ അർദ് ഇദ് നഫശത് ഫീ ഗനമുൽ ഖൗം വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. ഏതൊരു ഭരണാധികാരിക്കും നൽകപ്പെടുന്ന അധികാരം അമാനത്താണ്. അമാനത്ത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും നീതി നടപ്പിലാക്കണം. കാരണം അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. അല്ലാഹു തആല നീതിയുടെയും നീതിയുക്തമായ ഭരണ പരിഷ്കാരങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഈ ലോകത്തിന്റെ രക്ഷിതാവ് പറയുന്നു, വഖസിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി നടപ്പാക്കുന്നെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറുത്തവനാണെന്നോ വെളുത്തവനാണെന്നോ പണക്കാരനാണെന്നോ പാമരനാണെന്നോ എന്തിന് പോലും തന്റെ മകളാണെങ്കിൽ ഇസ്ലാമിന്റെ ഖിസാസ് സംവിധാനം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ആ പുണ്യ പ്രവാചകരുടെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിവേചനമില്ല, വർഗീയതയില്ല, വർണ്ണ വിവേചനമില്ല. ഇവിടെ നീതിയും സമത്വവും വളർന്ന് ഉത്കൃഷ്ടമായ ഭരണഘടനയുള്ള മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. സമകാലിക ലോകത്ത് വർണ്ണത്തിന്റെ പേരിലും ഗോത്രങ്ങളുടെ പേരിലും വാഗ്വാദങ്ങളും വാക്കുതർക്കങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന കാലത്ത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലപാട് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഈ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് ഇസ്ലാമിലെ സ്ത്രീ സമത്വത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ആധുനിക യുഗമെന്ന് പറയുന്ന 18-ാം നൂറ്റാണ്ടിൽ പോലും ഫ്രാൻസിൽ സ്ത്രീ മനുഷ്യവർഗമാണോ എന്ന ചർച്ചകൾ വരെ നടന്നു. അവസാനം അവർ കണ്ടെത്തി, സ്ത്രീ എന്നത് പുരുഷന് ഭോഗിക്കാനുള്ള സ്ഫടിക വസ്തുവാണ്. അവിടെയാണ് ഇസ്ലാം വ്യത്യസ്തരാവുന്നത്. 6-ാം നൂറ്റാണ്ടിന്റെ അന്ധകാരത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ ഒട്ടും സങ്കോചമില്ലാതെ ജീവനോട് വലിച്ചെറിഞ്ഞ സാഹചര്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ബുശ്ശിറ അഹദും ബിൽ ഉൻസാ വല്ല വജഹു മുസ്ഫദൻ വഹുവ ഖലീം. പോവതില്ലാവോയ്, ധർമ്മം നോക്കിയാൽ ഏവനുമില്ല ലോകത്തിൽ ഭേദം. മാറ്റമുണ്ടോ മനുഷ്യാവസ്ഥക്ക്? ജാതിയും മതവും നോക്കിയിടുന്നേരം എന്ന് പാടിവെച്ച കുമരനാശാൻ വിലപിച്ച അസമത്വത്തിന്റെ ജാതീയതയുടെ പുതിയ മാനങ്ങൾ, അനീതിയും പുതിയ വേർഷനുകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് മടങ്ങാം നമുക്ക് പരിശുദ്ധ ഖുർആനിലേക്ക്. പുണ്യപ്രവാചകൻ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നീതിയും സമത്വവും നാൾവൈകൾ നാമിയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next call letter